ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വളരെ സന്തോഷമായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് 14-ാം തീയതിയാണ്. 14-ാം തീയതി നമ്മളൊരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഒരു യൂബർ വിളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാ? നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ വിയറ്റ്നാമിൽ യൂബർ വിളിച്ചുകൊണ്ട് എങ്ങോട്ടായിരുന്നു പോയത്? എയർപോർട്ടിലോട്ട്. നമ്മളും പോയി എയർപോർട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസം ഈ ഒരു ദിവസം ഈ ഒരാഴ്ചയായി നമ്മൾ എടുക്കുന്ന 5 ദിവസം, 5 ഡേയും 4 നൈറ്റും. അപ്പോൾ എങ്ങോട്ട് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയല്ലോ. നമ്മൾ എങ്ങോട്ടാണ് ഫസ്റ്റ് പോകുന്നത്? വി ആർ ഗോയിങ് ടു ദ ഫേമസ് ഫോർ മമ്മീസ് ആണ് കേട്ടോ. ആബ്സല്യൂട്ട്ലി ഈജിപ്താണ്. ഈജിപ്ത് കൈറോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാണാൻ ദ പിരമിഡ്സ് ഓഫ് ഗിസയാണ്. ഓ മൈ ഗോഡ്, വൺ ഓഫ് ദ വേൾഡ് വണ്ടറാണ്. നമ്മൾ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഗേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ഫോൺ നോക്കുന്നു, അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു സമയം എത്തുകയാണ് ഗൈസ്. പക്ഷെ എന്നാലും അത്രയും കാത്തിരിപ്പില്ല, ബിക്കോസ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കോക്ക് ടു കുവൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോക്ക് ടു കുവൈറ്റ് പോയിട്ട് കുവൈറ്റിൽ നിന്നാണ് നമ്മൾ കൈറോയിലോട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ടു മച്ച് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ബിക്കോസ് അത്രയും വലിയ യാത്ര പോവുകയാണ്. നമ്മൾ ടോട്ടലി 9 and 8 hours എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് നമ്മളുടെ കോക്ക് ടു കുവൈറ്റ്. അപ്പോൾ നമ്മൾ കുവൈറ്റിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ആൻഡ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കോക്ക് ടു കുവൈറ്റ് വരെ ഇട്ടിട്ടുണ്ട്, പിന്നെ കുവൈറ്റ് കൈറോ വരെയും ഇട്ടിട്ടുണ്ട്, പിന്നെ അവിടെ നിന്ന് ലഞ്ച് കഴിക്കുന്നുമുണ്ട്. നമ്മൾ ഇറങ്ങിയത് 11 മണിക്കാണ്, എത്തിയത് ഒരു ഉച്ച സമയം, ഒരു രാവിലെ സമയം 9 മണി അങ്ങനെ സമയമാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 12 മണിക്ക് ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് പാക്കേജാണ് എടുത്തത്. ടൂർ മാക്സിൻ്റെ കൂടിയാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ കോർഡിനേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഫ്ലൈറ്റിലിരുന്ന് എണീറ്റപ്പോൾ വളരെ വിയേർഡായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. കാരണം എൻ്റെ സൈഡിൽ മൂണുണ്ട്, അപ്പുറത്തെ സൈഡിൽ നല്ല സണ്ണും ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈജിപ്തിൽ നഗരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് കുവൈറ്റിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ നെക്സ്റ്റ് കൈറോയിലോട്ടുള്ള ഫ്ലൈറ്റിലാണ്. അപ്പോൾ നമ്മളൊരു അവിടുത്തെ ഗേറ്റിലെത്തി. ആൻഡ് നമ്മളൊരു സ്നാക്സൊക്കെ, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ 2 കോഫി വാങ്ങിച്ചു. ഒരെണ്ണം ക്യാപ്പുച്ചിനോ ലാറ്റെ ആയിരുന്നു. പിന്നെ നമ്മൾ 4 ബണ്ണും വാങ്ങിച്ചു, ചോക്ലേറ്റും വീറ്റ് ബണ്ണും. സോ നമ്മൾ വീണ്ടും കയറുകയാണ് ഫ്ലൈറ്റിലോട്ട് കേട്ടോ. ആൻഡ് ഞാൻ വളരെ എക്സൈറ്റഡ്, ബിക്കോസ് കൈറോയിലോട്ടാണ് നമ്മൾ പോകുന്നതായിട്ട്. നൈൽ നദി ഉണ്ടായിരുന്നു, റെഡ് സീ ഉണ്ടായിരുന്നു, മെഡിറ്ററേനിയൻ സീ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എല്ലാ സീയും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ നൈൽ സീ വരെ കണ്ടു, റെഡ് സീയും കണ്ടു. ആൻഡ് വി ആർ ഗോയിങ്. അപ്പോൾ നമ്മൾ നാട് വിടുകയായിരുന്നു എന്ന് ഞാനും ചേച്ചിയും കൂടി പറഞ്ഞ് നടക്കുകയായിരുന്നു ഗൈസ്. നാട് വിടുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് അൽ ജസീറയിലാണ്. ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അൽ ജസീറയിലോട്ടായിരുന്നു ഞാൻ വന്നത്. പോയ ഫ്ലൈറ്റ് എല്ലാ പോയതും വരുന്നതും ഞാൻ അൽ ജസീറയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ സീറ്റിൽ മാറിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. ചെവി അടയുമ്പോൾ നമ്മൾ ഈ യോൺ ചെയ്യുമ്പോഴാണ് ചെവിയിലൊരു ഈ എയറൊക്കെ പോകുന്നത്. പക്ഷേ എനിക്ക് നല്ല പെയിൻഫുള്ളാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ, ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഞാനും കൂടി പൊങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ വളരെ സ്കിന്നി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊങ്ങുന്ന ഒരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരുമാതിരി നമ്മളുടെ ഈ ഒരു വണ്ടർലയിലെ ഒരു റൈഡില്ലേ, പുറകിലോട്ട് മുമ്പിലോട്ട് പോകുന്ന ഒരു ഷിപ്പ് പോലത്തെ അതേ സംഭവം എനിക്കതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പൊങ്ങി ഗായ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും കുവൈറ്റിൽ നാട് വിടുകയാണ്. നമ്മൾ വീണ്ടും കൈറോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ പൊങ്ങുന്ന ഫീലിങ്ങിലെ എക്സ്പ്രഷനാണ് നിങ്ങളീ കാണുന്ന ഈ എക്സ്പ്രഷൻ.
അങ്ങനെ ഞാൻ വീണ്ടും എക്സ്പ്രഷൻ ഇട്ട് ചാവണ്ടെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് 3 സീറ്റാണ് നമുക്ക് പോകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയത് കേട്ടോ. സോ ആഫ്റ്റർ ദാറ്റ് ഇവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസ് വന്ന് സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ ചീസാണോ ചിക്കനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 3 ചിക്കൻ എടുത്തുവിട്ട് ഞാൻ ചിക്കനും ഒരു മിനറൽ വാട്ടർ എടുത്ത് ഒരു ചിക്കൻ സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചു. അത്ര വിഷമൊന്നും അറിയില്ലെങ്കിലും ഡോണ്ട് വറി, നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതാണ് നമ്മുടെ നൈൽ നദി എന്നാണ് എൻ്റെ ഊഹം. ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ റെഡ് സീ ആണോ? നൈലായിരിക്കും. എനിക്കെന്തായാലും ഞാൻ നല്ല ഉറക്കപ്പിച്ചില്ലായിരുന്നു. ബിക്കോസ് നമുക്ക് മര്യാദയ്ക്ക് ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറക്കാൻ തോന്നിയില്ല. ഇവരൊക്കെ ഒരുമാതിരി ഉറക്കം തോന്നിയിരിക്കുകയാണ്. ബട്ട് എനിക്ക് അത്ര ഉറക്കം തോന്നിയില്ല. എല്ലാം നേരത്തെ എണീറ്റതാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ആ ഒരു കടൽ ഇതുവരെ കടന്നിട്ടില്ല. സോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ടോട്ടലി 9 hours യാത്ര ഉണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റാണ് നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ചേട്ടൻ പറയുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പോരാഞ്ഞത് നമ്മളുടെ തലേൻ്റെ മണ്ടയിലായിരുന്നു സ്പീക്കർ കൊണ്ട് വെച്ചത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒട്ടും ആ ചേട്ടൻ്റെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ലാൻഡായി ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ്. നമ്മൾ മേളിൽ നിന്ന് പിരമിഡ് കാണാൻ നോക്കി, പക്ഷേ എന്തായാലും കണ്ടില്ല. സോ സാഡ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒടുക്കത്തെ കൂവിയല്ല മനസ്സിൻ്റെ അകത്തൊരു ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞാനിവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹെഡ്ഫോൺ അപ്പുറത്തെ സീറ്റിലോട്ട് താഴത്തോട്ട് വീണ് പോയി. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പോയിട്ട് വീണ്ടും വന്നിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങി ഗൈസ്. നമ്മളിപ്പോൾ പെട്ടിയൊക്കെ കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ ഹോട്ടലിലോട്ടല്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മളുടെ എവിടേക്കാ, വി ആർ ഗോയിങ് ടു ആ റെസ്റ്റോറൻറ്റ്. നമ്മളുടെ ലഞ്ചാണ്. ഇപ്പോൾ ഒരു 2 സമയമായിട്ടുണ്ടാവും. നമ്മളുടെ ബസ്സിലൊക്കെ കയറിട്ടോ. അപ്പോൾ അവിടെ സ്ക്രീൻ ഉണ്ട് ഗൈസ്. സ്ക്രീനിൽ നിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ തെറിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ കുവൈറ്റിലെത്തിയപ്പോൾ തന്നെ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് എന്തിനാണെന്നറിയോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മരുഭൂമിയിലോട്ട് യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം മരുഭൂമിയിലോട്ട് യാത്ര പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ അല്ലെങ്കിൽ കസാഖിസ്ഥാനൊക്കെ പോയത് തണുപ്പുള്ള സ്ഥലത്താണ് പോയത് കേട്ടോ. ബട്ട് ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ്. ഫസ്റ്റ് ടൈം നമ്മൾ ഡെസേർട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നേരെ നമ്മളുടെ ലോഞ്ചിലോട്ടല്ല പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സോ വി ആർ ഗോയിങ് ടു ദ ലഞ്ച് ഓഫ് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നവരേ ഉള്ളൂ. സോ നമ്മളിതുവരെ എത്തൂല്ല നമ്മളുടെ ഈ ലോഞ്ചിലൊക്കെ. സോ പ്ലീസ് ടു കോപ്പറേറ്റ് വിത്ത് മീ. A whisper in the air, humming softly to the leaving. I see a flame inside me, shining on the streets of my soul. സോ പിന്നെ നമ്മൾ ബസ് ഇറങ്ങി. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതായിരുന്നു? മൗലാനയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അറബിയാണല്ലോ സംസാരിക്കുന്നത് മെയിനായിട്ട്. നമ്മളിപ്പോൾ നേരെ മ്യൂസിയത്തിലോട്ടാണ്. നമ്മളുടെ മ്യൂസിയത്തിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിലോട്ടാണ് ഇടുന്നത് കേട്ടോ. സോ ഡ്യൂറേഷൻ കൂടും, അതുകൊണ്ടാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.